ഹലോ ക്ലീറ്റ്, ഇത് എവിടാ? മണി 9 ഈ രാത്രി ഇനിയിപ്പോൾ എന്തോ ചെയ്യാൻ? ഇങ്ങോട്ട് വന്നേ. എന്താ തങ്കം നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? നീ ഒരു വിപ്ലവകാരിയുടെ ഭാര്യയാണെന്ന കാര്യവും ഓർക്കണം. ഞങ്ങൾക്ക് ഇവിടെ ഇച്ചിരി പരിപാടികളുണ്ട്, അത് കഴിഞ്ഞ് ഞങ്ങളങ്ങ് എത്തും. കഴിച്ചിട്ട് കിടന്നുറങ്ങിക്കോ. അപ്പോൾ നാളെ മുതൽ നമ്മൾ ശക്തമായ സമര പരിപാടികളുമായിട്ട് ഇറങ്ങാൻ പോവുകയാണ്. എല്ലാവരും ഒപ്പം ഉണ്ടാവണം. പിന്നെ തരകൻ സാർ എന്ന വൻ മരമാണ് നമ്മളോടൊപ്പം ഉള്ളത് കേട്ടാ. അതുകൊണ്ട് നമ്മൾ സമരം വിജയിക്കും. പൈസയുടെ കാര്യം എങ്ങനെയാ? ചിലവ് അപ്പോൾ നമ്മൾ ഈ സമര പരിപാടിക്ക് കുറച്ച് പൈസയുടെ ചിലവുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ബക്കറ്റ് പിരിവ് നടത്തേണ്ടി വരും. പിന്നെ അതുപോലെ കുറ്റിയിട്ടേക്കണ വീട്ടുകാരോടൊന്ന് മാന്യമായൊരു തുക സംഭാവന മേടിക്കണം. ചിലപ്പോൾ നമുക്ക് സുപ്രീം കോടതി വരെയൊക്കെ പോകേണ്ടി വരുവേ. അത് കൊച്ചിയിലല്ലേ? കൊല്ലത്ത്. എടാ അത് ഡൽഹിയിലിടാ, മണ്ടത്തരം പറയാതെ. എന്നാ പോകുന്ന വഴിക്ക് നമുക്ക് താജ്മഹൽ കൂടെ കാണണം. നീ ഒന്ന് വാടച്ച് വീടേ. അപ്പോൾ നാളെ രാവിലെ നമ്മൾ പോലീസ് സ്റ്റേഷന് മുന്നിൽ സമര പരിപാടിയായിട്ട് ഇറങ്ങും, കുറ്റിയും വെച്ചിട്ട്. അപ്പോൾ നമുക്ക് നാളെ പോലീസ് സ്റ്റേഷൻ അവിടെ നിങ്ങൾ വിട്ടോ, പോക്കോ. ഓക്കെ. എനിക്ക് പോകാൻ തോന്നുന്നില്ലടാ. എൻ്റെ ചീരത്തോട്ടം, എൻ്റെ പടവലം, അതിൻ്റെ സെൻറ്ററിൽ ഈ കുറ്റി ഇങ്ങനെ ഇരിക്കുന്നിടത്തോളം കാലം എനിക്കൊരു സമാധാനമില്ല. എന്താ അമ്മാവ ഇത്? ഞങ്ങൾക്ക് ഇവിടെ ഇല്ല അമ്മാവൻ്റെ കൂടെ. ഇനിയിപ്പോൾ അമ്മാവൻ എന്താണ് പ്രശ്നം? കുറ്റിയാണ് പ്രശ്നം. കുറ്റിയാണോ പ്രശ്നം? അതെ. കമാൺ ബോയ്സ്, ഓപ്പറേഷൻ കുറ്റി. അപ്പോൾ ഇവനാണ് ആള്. പിന്നെ ഇവനെ പിഴുത് നമ്മൾ ഇത് കനകനില്ലേ എൻ്റെ അടിയൻ, അവൻ്റെ വീട്ടിൻ്റെ മുമ്പ് കൊണ്ട് നമ്മളിത് കുഴിച്ചിടണം കേട്ടാ. അവനെ ചില്ലറ അഹങ്കാരം. ഇത് നമ്മൾ ക്ലീറ്റൊക്കെ വാക്കെന്ന് പറഞ്ഞ വാക്കാണ്. പുഴുവെന്ന് പറഞ്ഞ പുഴുതി. അമ്മാവ ഒന്ന് ശ്രദ്ധിച്ചോളാം, അത് വേണമെങ്കിൽ അടിച്ചാൽ മതി. സമയമാം രഥത്തിൽ പീറയിൽ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺവതീനായി റെയിൽ കുറ്റി യാത്ര ചെയ്യുന്നു. ഇങ്ങനെ നമ്മൾ കേരളത്തിലുള്ള സകല കുറ്റികളും പിഴുതെടുത്ത് നമ്മളെ സമര പരിപാടി വിജയിപ്പിക്കും. ഈ പീറയിൽ എന്ന് പറയുന്ന ഈ പീറ പരിപാടി അതൊരു സ്വപ്നം മാത്രമായിരിക്കും, അത്രേ ഉള്ളൂ. അത് വെയിറ്റ് നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയല്ലേ ഇങ്ങനെയൊക്കെ ഒരു ത്യാഗം നമ്മൾ ചെയ്യണ്ടേ? പിന്നെന്ത്? ഇച്ചിരി സഹിക്കടേ. പോലീസ് കേസെടുത്തിട്ടുണ്ട്, അടുത്ത കുറ്റിന്ന് വരും. വേദനയുണ്ടോ? ഇതൊരു കഷ്ടമാണ്.